ഗൈസ്, ഈ കളർഫുൾ പാലം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ലേ, നമ്മളിപ്പോൾ ഉള്ളത് ഫറൂഖ് പാലത്തിലാണ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റിവർ വേൾഡ്സിലേക്കാണ് കേട്ടോ. എന്റെ അനിയത്തിയാണെങ്കിൽ എന്തിലാ കയറാന്നുള്ള സന്തോഷത്തിൽ നിൽക്കാണ്. ഏകദേശം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടോ. ഇതൊരു ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ. ഇവിടെ വന്ന് എല്ലാവർക്കും അടിച്ചു പൊളിക്കാം. അതിൽ കയറുമ്പോൾ എനിക്കും കയറാൻ ചെറിയൊരു പൂതിയൊക്കെ ഉണ്ട്, കയ്യില്ലല്ലോ. അപ്പോഴാണ് കുറെ കുട്ടികൾ സിപ്പ് ലൈനിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതായി നമ്മുടെ ലക്ഷ്യം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ കുറെ ആക്ടിവിറ്റീസ് കാണാം കേട്ടോ. ഇവിടെ കയാക്കിങ് പോലുള്ള അടിപൊളി പരിപാടികളുണ്ട്. ടിക്കറ്റ് എടുക്കാൻ പോയെടുത്ത് എന്നോട് വെയിറ്റ് നോക്കി വരാൻ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഒരു കഫ ഉണ്ട്, പക്ഷെ ഞാൻ ചോദിച്ച സാധനം അവിടെ ഇല്ല. വേഗം മുകളിലേക്ക് വണ്ടി ശേഷം അവിടുന്ന് വെയിറ്റ് നോക്കിട്ടോ. വെയിറ്റ് നോക്കിയിട്ട് എന്താ പിന്നെ താഴോട്ട് ഉണ്ട്. അതൊരു ഗെയിമിംഗ് പ്ലേസ് ആണ് കേട്ടോ അവിടെ ഉള്ള. വീണ്ടും താഴോട്ട് ഓടി നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടോ. ടിക്കറ്റ് എടുത്തിട്ട് എന്താ വീണ്ടും മുകളിലേക്ക് തന്നെ വേറെന്ത്. ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സിപ്പ് ലൈനിൽ കയറാം. കാലും കൈയൊക്കെ ഇട്ട് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. അകത്ത് ഭയങ്കര സന്തോഷമുണ്ടെങ്കിലും അകത്ത് ഞാൻ ഭയങ്കര പേടിയിലാണ് ഗൈസ്. കാറ്റൊക്കെ കാണിച്ച് പോകുന്നുണ്ടെങ്കിലും മനസ്സിൽ ഭയങ്കര പേടിയുണ്ട് കേട്ടോ. ഒട്ടാൻ വരുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഇവിടെ എത്തി ഞാൻ. അടുത്ത പരിപാടി സ്പീഡ് ബോട്ടിൽ കയറലാണ്. ആ ആഗ്രഹം ഞാൻ നിറവേറ്റി ഗൈസ്. നമ്മൾ സ്പീഡ് ബോട്ടിലും കയറിയിട്ടുണ്ട്. ഐസ്ക്രീം ഒക്കെ കഴിച്ച് ശേഷം നമ്മളൊരു കഫേയിലേക്ക് വിട്ടു. ഫ്രഷ് ആയിട്ടുള്ള ഫിഷൊക്കെ ഗ്രില്ല് ചെയ്ത് തരും കേട്ടോ. ഹെവി ആയിട്ടൊന്നും കഴിക്കാനല്ല, ജസ്റ്റ് ഒരു ചായക്കടി കഴിക്കാനാണ്. ഇവിടെ പോക്കറ്റ് ഷവർമയും പിന്നെ വേറെന്തോ ഒരു പഴത്തിന്റെ സംഭവമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ വന്ന എന്തായാലും ഈ കഫേ കയറണേ. ഇല്ല, ഇന്ന് നമുക്ക് 2 റൈഡിലും കൂടി കയറാം. ഈ ഒരു സംഭവത്തിലായിരുന്നു കയറിയതേ ഓർമ്മയുള്ളൂ. പിന്നെ എന്തൊക്കെയോ കാണിച്ച് ലാസ്റ്റ് ഇറങ്ങി. ഇനി നമ്മുടെ അടുത്ത ഊഹമാണ് ജീപ്പ് റൈഡ്. അതിനെനിക്ക് കയറാൻ പറ്റില്ല, അതുകൊണ്ട് വാവ മാത്രമായിട്ടോ കയറിയത്. ഈ ബുള്ളിന്റെ മുകളിൽ ഞാൻ എപ്പോഴും തോക്കാൻ വേണ്ടി മാത്രം കയറുന്നതാണ്. അതുകൊണ്ട് തന്നെ 2 വട്ടം കയറി നല്ല രീതിയിൽ തന്നെ തോറ്റ് പരാജയപ്പെടുകയും ചെയ്തു. രസത്തിന് കേട്ടോ, എനിക്ക് ഉറപ്പാണ് ഞാൻ ഇതിന് തോക്കുന്നുള്ളത്. പിന്നെ ഈ ടിക്കറ്റ് കൗണ്ടർ കാക്ക വരും ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. ഇവിടെ വരെ വന്നാൽ ഇവരോടൊന്ന് വർത്താനം പറഞ്ഞ് എനിക്ക് ഇപ്പോൾ കൂടെ വരെ ഞങ്ങൾക്ക് കട്ട സപ്പോർട്ട് ഇരിക്കും. ഓലോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ട്. പക്ഷെ നമ്മൾ വരുന്നതിന് മുമ്പ് അതിലാളും ഫുള്ളായി. അതുപോലെ മുകളിലേക്ക് വലിച്ചു കയറ്റാനും തുടങ്ങി. 45 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ എന്നെ കൊണ്ടായില്ല. അതിനോണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലാക്കി കുടുംബക്കാരൊക്കെ കൂട്ടിയ ദിവസം വരാന്നുള്ള പ്ലാനിങ്ങിലായി ഞാൻ. ഇനി ഒരു വീഡിയോ കൂടി റിവർ വേൾഡിന്റെ വരാനുണ്ട് എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. റിവർ വേൾഡിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വിടുക. ഇതെവിടാ? നമ്മുടെ സ്വന്തം ബേപ്പൂര് ബീച്ച്. പോയപ്പോൾ ഒരു കുതിരനെ കണ്ട് നോക്കാൻ പോയപ്പോൾ തന്നെ കരണ്ടും പോയി. നമ്മൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടപ്പോഴത്തേക്കും കറണ്ടൊക്കെ വന്നു കേട്ടോ. അപ്പോഴാണ് എന്നെ കൂട്ടാണ്ട് ഇവിടെ എല്ലാവരും കൂടി ഉപ്പിലിട്ട് തിന്നത്. ആ സമയക്കോ കുറച്ച് ഹെവി ആയിട്ട് തന്നെ ഇരുന്നോട്ടെ വിചാരിച്ചു. ഐസർജിയും പുളിമുട്ടായിയാണ് ഞാൻ അടിച്ചത്. അതന്നെ 40 രൂപ മതി വിചാരിച്ച് പോയപ്പോൾ ഒരു പൈനാപ്പിളും കൂടി തിന്നു. പിന്നെ കഴിച്ച് ഈ കുതിരൻ്റെ മുകളിൽ കളിച്ച് അതിൻ്റെ ബാക്കിലേക്ക് പോയപ്പോൾ അക്കാക്ക് പറഞ്ഞ് പൊയ്ക്കട്ടോ മതിന്ന്. അപ്പോൾ ഓക്കെ ബൈ ബൈ.